അപ്പോൾ കുറഞ്ഞ ചിലവിൽ ഒരു സോളാർ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരു ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ LS1050 എന്ന ഒരു മോഡലാണ്, SPS-ൻ്റെയാണ്, സോളാർ ഇൻവെർട്ടറാണ്. അപ്പോൾ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ, അതായത് നമ്മൾ KSEBിന്ന് നമ്മളെ ബാറ്ററി ചാർജ് ആവാതിരിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു മാനുവലായിട്ട് നമുക്കൊരു സ്വിച്ച് ഈ സോളാർ മോഡലോട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഇപ്പം KSEBിന്ന് നമ്മളെ ബാറ്ററി ചാർജ് ആകില്ല, സോളാറിൽ നിന്ന് മാത്രമേ നമ്മളെ ബാറ്ററി ചാർജ് ആവുള്ളൂ. ഔട്ട്പുട്ട് 219 വോൾട്ട്, 220 വോൾട്ട് വരെ ഔട്ട്പുട്ടുണ്ട്. ലോഡ് 280 VA നമുക്ക് ഈ ഒരു വീട്ടിൽ ഇപ്പോൾ ലോഡ് ചെയ്യുകയാണ്. എപ്പോഴും നമ്മളെ ഇൻവെർട്ടറിൻ്റെ ഫാൻ ഓൺ ആകില്ല. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ ഒരു ഹീറ്റ് വരണം. ഹീറ്റ് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കൂളിംഗ് ഫാൻ വർക്ക് ആവുകയുള്ളൂ. നമ്മൾ മെയിൻസ് ഓഫാണ്, മെയിൻസ് ഓഫായി. ഇപ്പോൾ ഇത് സോളാറിൽ നിന്ന് തന്നെയാണ്, സോളാറിൽ നിന്നും ബാറ്ററിയിൽ നിന്നും നമുക്ക് നമ്മളെ വീട്ടിലോട്ട് കറണ്ട് ലോഡ് കൊടുത്തേക്കാണ്. നമ്മളിപ്പോൾ മെയിൻസ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ മെയിൻസ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോളാർ മോഡിലല്ല നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇൻവെർട്ടർ മോഡിലാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇപ്പോൾ സോളാർ മോഡിലാണെങ്കിൽ ഇതാണ് സോളാർ മോഡ് ആക്കുന്ന ആ ഒരു സ്വിച്ച് നമ്മളിപ്പോൾ സോളാർ മോഡിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാലും ബാറ്ററിയിൽ നമുക്ക് ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KSEBിന്ന് റീകണക്റ്റ് ആവില്ല. അപ്പോൾ റീകണക്റ്റ് ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ഈ ഓഫിലോട്ട് ആക്കിയിടണം. ഇപ്പോൾ ഞാനിപ്പോൾ സോളാർ മോഡിലോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണിക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മളതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൻസാണ് ഈ അറ്റത്ത് കൊടുത്തിരിക്കുന്നത്, റെഡ് വയർ. അത് കഴിഞ്ഞ് ന്യൂട്രൽ മെയിൻസ്, ഇപ്പോൾ KSEBിന്ന് വരുന്ന ഫേസ് വയറാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻസ് ഇന്നിൽ കൊടുത്തേക്കണത്, അതായത് ന്യൂട്രൽ. അത് കഴിഞ്ഞിട്ട് അറ്റം വരുന്ന ആ ഒരു കണക്ടറിലാണ് നമ്മൾ വീട്ടിലോട്ട് കൊടുക്കുന്ന ലോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവും പോസിറ്റീവും അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ചാർജ് കൺട്രോളറിൽ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവും പോസിറ്റീവും വയർ. അപ്പോൾ ഇതൊരു PWM സോളാർ ചാർജ് കൺട്രോളറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോളാർ ചാർജിങ് LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളാറിൽ നിന്ന് നമ്മളെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം മൈക്രോടെക്കിൻ്റെ PWM സോളാർ ചാർജ് കൺട്രോളറാണ്. അപ്പോൾ ഇതിൻ്റെ റിലേ ഓൺ ആയിട്ടുണ്ട്. റിലേ ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ട് ഇപ്പം ലൈറ്റ് ഓണായി കിടക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് റിലേ ഓഫാണ്. അപ്പോൾ ഇതിലിപ്പോൾ റിലേ ഓൺ ആയിട്ടുണ്ട്. അതായത് നമ്മൾ KSEBിൽ നിന്നുള്ള വയർ കണക്ഷൻ കട്ട് ചെയ്ത് ഇൻവെർട്ടർ മാത്രമാണ് ഇപ്പം വർക്കായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ MPPT കണക്ട് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇത്. അപ്പോൾ MPPT കണക്ട് ചെയ്യണ വയർ വഴിയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഇൻവെർട്ടറിൻ്റെ വയർ ഈ ഒരു AC ഔട്ടിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മളിപ്പം MPPT ചാർജ് കൺട്രോളർ വയ്ക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇരുന്നൊരു പഴയ PWM ചാർജ് കൺട്രോളറാണ് നമ്മളിവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം വയറൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ MPPT കൂടെ വന്നിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ചാർജ് കൺട്രോളർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ബാറ്ററിയൊക്കെ അത്യാവശ്യം ചാർജ് ആകും. ഇനി ഇതിൻ്റെ ഒരു പാനൽ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 പാനലാണ് നമ്മൾ ആ ഒരു ഇൻവെർട്ടറിലോട്ട് കൊടുത്തിരിക്കുന്നത്. ലൂം സോളാറിൻ്റെ 225 വാട്ട്സിൻ്റെ 2 പാനലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, പഴയ പാനലാണ്. അപ്പോൾ ആ ഒരു പാനലിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാൻഡൊക്കെ വെച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 450 വാട്ട്സ് എൻ്റെ പാനലാണ്. രണ്ടും കൂടെ നമ്മൾ പാരൽ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 450 കിട്ടില്ല, ഏകദേശം ഒരു 300-320 വാട്ട്സൊക്കെ നമുക്കിതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും MPPT വയ്ക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് ആ PWMൽ നിന്ന് നമുക്ക് അത്രയും ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ഈ 225 വാട്ട്സിൻ്റെ 2 പാനലായതുകൊണ്ട് നമ്മൾ 2.5-ൻ്റെ വയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പം കുഴപ്പമില്ല, ഒരു 300 വാട്ട്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. ചെറിയൊരു പൈസയ്ക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത ഒരു സോളാർ ഇൻവെർട്ടറാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.